ആയുർവേദ വൈദ്യശാസ്ത്രത്തിനും ഹോമിയോപ്പതിക് വൈദ്യശാസ്ത്രത്തിനും അർത്ഥമായ പരിഗണന നൽകാൻ കേരളത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ധാരാളം ഹോമിയോ ഡിസ്പെൻസറികൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കേരളത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് 17 വീണ്ടും അനുവദിച്ചുകൊണ്ട് ഇന്നത്തെ യോഗ്യമുണ്ടാകും കടലുണ്ട്. അടുത്ത 22 ഇപ്പോൾ ഹോമിയോ മെഡിക്കൽ കോളേജും ഹോമിയോ ഡിസ്പെൻസറിയും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം വളരെ ഗൌരവമായ നിലയിൽ ഈ മേഖലയെ കാണുന്നത് എന്നതാണ് ഇന്നത്തെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോമിയോപ്പതി ചികിത്സാ രീതിക്ക് ഇന്നത്തെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ശാസ്ത്രീയമായ പഠനത്തിന്റെ അഭാവത്തിൽ പലരും പുസ്തകം നോക്കി പഠിച്ചു വളർന്ന പേര് പറഞ്ഞ് പല പൊതികളും കൊടുത്ത് ചികിത്സിക്കുന്ന രീതിയായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി. ഹോമിയോ മെഡിക്കൽ കോളേജ് വന്ന് കാലിക്കറ്റിലെ ഹോമിയോ മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വളരെയേറെ വിശ്വാസ്യത വർദ്ധിച്ചിട്ടുണ്ട്. അലോപ്പതി ചികിത്സയേക്കാൾ ചില ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഹോമിയോപ്പതി രീതിയിലുള്ള ചികിത്സയാണ്. മറ്റ് ഇംഗ്ലീഷ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഭയമുള്ളവരും അലോപ്പതി സിസ്റ്റത്തേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ടതാണെന്ന് അഭിപ്രായമുള്ളവരുമായ നിരവധി ആളുകൾ ഇന്ന് ഹോമിയോപ്പതിയെ ഓപ്റ്റ് ചെയ്തത്. വൈദ്യശാസ്ത്ര രംഗം ബഹുരാഷ്ട്ര കുത്തകകളുടെ കടുത്ത നിയന്ത്രണമുള്ളൊരു മേഖല. പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് മരുന്ന് ഉത്പാദനം, മരുന്ന് വിപണനമൊക്കെ വലിയ കമ്പനികളുടെ നിയന്ത്രണത്തിൽ. രോഗികളുടെ രോഗശമനത്തെക്കാൾ മരുന്ന് വ്യാപാരം, ലാഭം ഉണ്ടാക്കൽ എന്നീ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന നിരവധി മരുന്ന് കമ്പനികൾ. ആ മരുന്ന് കമ്പനികൾ അവരുടെ വ്യാപാര താല്പര്യം മുൻനിർത്തിയാണ് നമ്മുടെ പാറ്റന്റ് ആക്ട് പോലും ഭേദഗതി ചെയ്യണമെന്ന സമ്മർദ്ദം ഉണ്ടായി. WTOയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യ ഗവൺമെന്റ് അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയും ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാം അംഗീകരിച്ച പാറ്റന്റ് വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് പോയി. വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പാർലമെന്റിൽ നിയമം വന്നപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ ശക്തിയെ എതിർത്തിരുന്നു. പക്ഷെ ആ എതിർപ്പുകളെല്ലാം മറികടന്ന് എന്നാൽ ചില കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് നിയമ ഭേദഗതി വരുത്തി. ലോകം മുഴുവൻ പാറ്റന്റ് നിയമം വന്നപ്പോഴും ഇന്ത്യ പിടിച്ചിരുന്നിരുന്നു. 1971 ഇന്ത്യൻ പാറ്റന്റ് ലോ ശ്രീമതി ഗാന്ധിയുടെ കാലത്ത് വന്നപ്പോൾ പ്രോഡക്റ്റ് പാറ്റന്റ് ഒരിക്കലും നമ്മൾ അംഗീകരിച്ചിരുന്നു. പ്രോസസ്സിന് മാത്രമേ പാറ്റന്റായി കൊടുത്തിരുന്നു. ആ സംരക്ഷണത്തിന്റെ മറവിൽ, ആ സംരക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം വളരെയേറെ വികസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഈ പാറ്റന്റ് നിയമത്തിലൂടെ പാറ്റന്റ് ചെയ്യുന്നതിലൂടെ മരുന്നുകളുടെ വിപണനത്തിന്റെ കുത്തക കൈവശപ്പെടുത്തുന്ന കമ്പനികളുടെ ലക്ഷ്യം ലോകം മാറുന്നതല്ല. വിൽപ്പന നടത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് ഇത്തരത്തിലുള്ള കടുത്ത മത്സരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ചെലവ് കുറഞ്ഞ ചികിത്സാ രീതികൾ, സുരക്ഷിതമായ ചികിത്സാ മാർഗങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ അന്വേഷിക്കുന്നു. എല്ലാ ചികിത്സകളും വളരെ ചെലവ് കൂടിയാൽ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റും. പഴയ ആയുർവേദ ചികിത്സകൾ തന്നെ പഴയ രൂപത്തിലല്ലെങ്കിൽ ഇന്നിപ്പത് വളരെ കമേഴ്സ്യലായി മാറിക്കഴിഞ്ഞു. അവിടെ ഒരുപാട് തെറ്റായ സമ്പ്രദായങ്ങളൊക്കെ വരുന്നത് നാശമാണ്. ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് സ്പാ അല്ലെങ്കിൽ റിസോർട്ടുകളിലൊക്കെ മസാജ് സെന്ററുകളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും വ്യാജന്മാരാണെന്ന് ആശയം ഇപ്പൊ തന്നെ നാട്ടിൽ. അപ്പൊ എന്തിനെ കമേഴ്സ്യലൈസ് ചെയ്യാറുള്ളത്? അത് ആരോഗ്യ സംരക്ഷണ മേഖലയിലും എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചീത്ത പ്രവണതയാണ്. അപ്പൊ നിങ്ങളുടെ സംഘടനകൾ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഹോമിയോപ്പതി പോപ്പുലർ ആകുമ്പോൾ സ്വാധീനിക്കാനും ഗിഫ്റ്റ് തരാനും പല കമ്പനികളും മുന്നോട്ട് വരും. അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ അവരുടെ സ്വാധീനത്തിന് വഴങ്ങി അവരുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, അതിന്റെ ഗുണഘടനകൾ രോഗികളോട് വിശദീകരിക്കുക എന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ലാണോ? വൈദ്യശാസ്ത്ര മേഖലയിൽ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ സംഘടനകളാണ്.
മെഡിക്കൽ കോളേജുകളിൽ അലോപ്പതി മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് പാസ്സായി വരുന്ന ആളുകൾ റൂറൽ സർവീസ് നിർബന്ധമാക്കിയ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചത് എന്തായിരുന്നു വെച്ചപ്പോൾ അവസാനം ചർച്ച ചെയ്തെല്ലാം കൂടി ഒത്തുതീർപ്പാക്കി 1 വർഷത്തെ റൂറൽ സർവീസ് അംഗീകരിച്ചു. മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് MBBS ബിരുദം നൽകി 1 വർഷത്തെ ഹൗസ് സർജൻസി കൂടി പൂർത്തിയാക്കി ഒരു ഡോക്ടറായി പൂർണ്ണ ഡോക്ടറായി പുറത്തിറങ്ങുമ്പോഴേക്ക് സംസ്ഥാന സർക്കാർ എത്ര ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്? അതിൽ നിന്ന് ഈ നാടുകൾ അദ്ദേഹത്തിന്റെ സേവനങ്ങളും തിരിച്ചു കിട്ടേണ്ടത് അല്പമെങ്കിലും ലഭിക്കണമെന്ന ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂറൽ സർവീസിനെ കുറിച്ചൊക്കെ ഗവൺമെന്റുകൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് അതേപടി പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി. പിന്നെ ഈ സ്റ്റേറ്റിന്റെ അവസ്ഥ എന്താ? പക്ഷെ അതിന് പോലും കടുത്ത റെസിസ്റ്റൻസ് ആയിരുന്നു. അവസാനം ഒത്തുതീർപ്പാക്കി 1 വർഷം അനുവദിച്ചു കൊടുക്കുന്നത് 1 വർഷം എല്ലാവരും സമ്മതിച്ചു. ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളില്ല. ഗ്രാമപ്രദേശങ്ങളിൽ സേവനം അനുഷ്ഠിക്കാൻ പലർക്കും താല്പര്യമില്ല. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയാൽ ഉടനെ അടുത്ത വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനാണ് പലർക്കും താല്പര്യം. സൗകര്യപ്രദമായ സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടാൻ അതെല്ലാ മേഖലയിലും കാണാം. അത് ഡോക്ടർമാരുടെ കാര്യം മാത്രമല്ല, സർക്കാർ സർവീസുകളുടെ കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പൊതു നിലപാടാണ്. കഴിയുമെങ്കിൽ ആവശ്യമൊന്നും പോകാതെ വീട്ടിലിരുന്ന് തന്നെ ശമ്പളം കിട്ടുകയാണെങ്കിൽ അവർ സന്തോഷകരത്തിന് ചിന്തിക്കുന്നതും അതിന് ആ ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്. ജോലി കിട്ടുന്നത് വരെ എവിടെയാവാം, കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ജില്ലയിലാവണം, ജില്ലയിലായാൽ വീട്ടിനടുത്താവണം. ഇത്തരത്തിലുള്ള ശുപാർശകൾ ധാരാളം ഞങ്ങൾ കേൾക്കാറുണ്ട്, കാണാം. കേരളത്തിൽ വയനാട്, ഇടുക്കി, കാസർഗോഡ് പോലുള്ള ജില്ലയിൽ ജോലി ചെയ്യാൻ പലർക്കും താല്പര്യമില്ല. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന തീരുമാനമെടുത്തു, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. ഈ 3 ജില്ലകളിൽ പോസ്റ്റ് ചെയ്ത ഒരാളെയും പ്രത്യേക സൗജന്യം കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യില്ല. നോംസ് അനുസരിച്ച് അവർക്ക് അർഹമായി വരുമ്പോൾ അവർക്ക് മാറാം. അല്ലാത്ത ഒരു നിലയിലും പ്രത്യേക ഉത്തരവിലൂടെ സ്ഥലമാറ്റം അനുവദിക്കില്ല എന്നൊരു തീരുമാനം. ഈ അവരുടെ സർവീസ് നമുക്ക് വേണമല്ലോ. ആ ജില്ലകളിലും ഈ സർക്കാരിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് അത് വളരെ പ്രധാനം. പൊതു ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് ആലോചിക്കുന്ന കാലമാണ്. ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്താൽ പണമുള്ളവർക്ക് മാത്രമേ ചികിത്സയും ആരോഗ്യ സംരക്ഷണ പദ്ധതികൾക്കും